മെയിൻലി 6 സ്റ്റേജുകളാണുള്ളത്. അപ്പോൾ നിങ്ങളുടെ കുട്ടി ഇതിൽ ഏത് സ്റ്റേജിലാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് വേണം അവരെത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അൺഓക്യുപ്പൈഡ് പ്ലേ ആണ്. അത് ഒരു 3 മാസം വരെ കുട്ടികൾ ഈ ഒരു പ്ലേയിലായിരിക്കും. ജസ്റ്റ് റാൻഡം ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ്, കൈകൊണ്ടും കാലുകൊണ്ടുള്ള മൂവ്മെൻറ്റ്സ് മാത്രമേ ഇതിലുണ്ടായിരിക്കുള്ളൂ. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് വരുന്നത് സോളിറ്ററി പ്ലേ ആണ്. അപ്പോൾ ഇതിൽ കുട്ടി ഒറ്റയ്ക്ക് ഇരുന്നിട്ടേ കളിക്കുന്നുണ്ടാവുള്ളൂ. ഇപ്പോൾ തൊട്ടടുത്ത് വേറൊരു കുട്ടി ഇരിക്കുന്നുണ്ടെങ്കിലും അതിലൊന്നും ശ്രദ്ധിക്കാതെ ഒറ്റയ്ക്കുള്ള കളി മാത്രമായിരിക്കും അതിലുണ്ടായിരിക്കാം. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് വരുന്നത് ഓൺലുക്കർ പ്ലേ ആണ്. അതായത് അടുത്ത് വേറൊരാൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പ്ലേയെ ഒബ്സർവ് ചെയ്യും. അപ്പോൾ മറ്റുള്ളവരുടെ കളിക്കുന്നത് അവർ കണ്ട് അത് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പാരലൽ പ്ലേ ആണ്. ഇത് ഒരു 2 വയസ്സ് മുതൽ 2.5 വയസ്സ് വരെയൊക്കെ കുട്ടികൾ ഈ ഒരു സ്റ്റേജിലായിരിക്കും ഉണ്ടായിരിക്കാം. അതായത് അടുത്ത് വേറെ ആൾക്കാർ ഇരിക്കുന്നുണ്ടെങ്കിലും അവരെ ടോളറേറ്റ് ചെയ്തിട്ട് വേറെ ഒപ്പം കൂടിയിട്ട് കളിക്കില്ല, അവർ വേറെ ഇരുന്നിട്ട് കളിക്കുന്നുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അടുത്തുള്ള ആൾക്കാരെ കുറിച്ച് അവരെ അവെയർ ആയിരിക്കും, പക്ഷെ അവരുടെ ഒപ്പം ഇൻട്രാക്ട് ചെയ്ത് കളിക്കൊന്നുമില്ലെങ്കിലും അവരെ ഒപ്പം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അത് കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് അവരിയ്ക്കുന്നുണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അസോസിയേറ്റീവ് പ്ലേ ആണ്. ഇതിൽ കുറച്ചും കൂടി ഹയർ ആയിട്ട് ഇതൊരു 3 വയസ്സ് മുതൽ 4 വയസ്സ് വരെ കുട്ടികൾ ഈ അസോസിയേറ്റീവ് പ്ലേയിലായിരിക്കും. അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതിനനുസരിച്ച് അവർ ഷെയർ ചെയ്യും, അതിനനുസരിച്ച് അവർ വെയിറ്റ് ചെയ്യും. അവർ ഒറ്റയ്ക്ക് ആ ഒരു ഡിസിഷൻ എടുക്കുകയല്ല, പക്ഷേ അവരെന്നാലും അത്യാവശ്യം ഒരു ഷെയറിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. ദെൻ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് പ്ലേ ആണ്. ഇതൊരു 4 വയസ്സ് അല്ലെങ്കിൽ ഒരു 5 വയസ്സാകുമ്പോഴത്തേക്കും കുട്ടികൾ ഈ ഒരു കോപ്പറേറ്റീവ് പ്ലേയിൽ എത്തിയിരിക്കണം. അപ്പോൾ അതിൽ കുറച്ചുകൂടെ അവർ ടേൺസ് ഒറ്റയ്ക്ക് ടേക്ക് ചെയ്യും, വെയിറ്റ് ചെയ്യും, ഷെയർ ചെയ്യും, കോപ്പറേറ്റ് ചെയ്ത് ടീം വർക്കോട് കൂടെ കളിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഈ കോപ്പറേറ്റീവ് പ്ലേയിലുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളെ കോപ്പറേറ്റീവ് പ്ലേയിലേക്കാണ് എത്തിക്കേണ്ടത്. ഇപ്പോൾ പാരലൽ പ്ലേയിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റേജായിട്ട് എത്തിക്കേണ്ടത് അസോസിയേറ്റീവ് പ്ലേയിലേക്കാണ്. അപ്പോൾ ഓരോ സ്റ്റേജിൽ ഏതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം പാരൻസ് അതിനനുസരിച്ചിട്ടുള്ള പ്ലേസ് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്.